Earn Marks, your perfect learning partner. സോ ബയോമോളിക്യൂൾസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് നമുക്കറിയുന്ന കുറച്ച് ബയോമോളിക്യൂൾസിനെ നോക്കാം. ഫസ്റ്റ് ആണ് കാർബോഹൈഡ്രേറ്റ്, പിന്നെ പ്രോട്ടീൻസ് അല്ലെ, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഡെപ്തിലോട്ട് പോയി. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് അല്ലേ. ബയോമോളിക്യൂൾസ് അന്നും നമുക്കറിയില്ലായിരുന്നു ഇതിന് എന്താണ് ഇത്ര പ്രത്യേകത, അത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ എങ്ങനെയൊക്കെയാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്, അവരുടെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് എന്തൊക്കെ ഡിസീസസ് ആണ് വരിക, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ അൺഅവെയർ ആയിരുന്നു അല്ലേ ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ്. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം എന്താണ് ബയോമോളിക്യൂൾസ്, അവരുടെ പ്രത്യേകത എന്താണ്, നമ്മളുടെ ലിവിങ് ഓർഗാനിസത്തിൽ അവർക്കൊരു എന്താ പറയുക മേജർ ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട്. ഓക്കെ, സോ എന്താണ് അത്, പിന്നെ ഏതൊക്കെയാണ് കോമൺ ആയിട്ട്, അതായത് മെയിൻലി നമ്മൾ അതിനെ കുറച്ച് ഒരു 4 to 5 ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ബയോമോളിക്യൂൾസിൻ്റെ. അതിൽ തന്നെ വേറെ കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. ഓക്കെ, അവരുടെ യൂസസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. ഓക്കെ, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ടേംസ് ആണ്. ബയോളജിയിൽ നിങ്ങൾ കേട്ട് ശീലമായിട്ടുള്ള ടേംസ് ആണ്. ഓക്കെ, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കില്ല. പക്ഷെ ഇത് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ബയോമോളിക്യൂൾ? നമുക്കറിയാം ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് മോളിക്യൂളാണ്. ഓക്കെ, സോ ബയോമോളിക്യൂൾസ് ആർ ഓർഗാനിക് മോളിക്യൂൾസ് വിച്ച് കമ്പൈൻ ടു ഫോം ലിവിങ് ഓർഗാനിസം. ഓക്കെ, they include carbohydrates, proteins, nucleic acids and lipids. These molecules play crucial role in structure, function and regulation of body processes. So biomolecules എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് ദാറ്റ് ഹാവ് എ മേജർ റോൾ ഇൻ the structure, the function and the regulation of different body processes, okay, in living organism. So those are called the biomolecules. So first biomolecule നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് കാർബോഹൈഡ്രേറ്റ്? ഓൾ ദ ബയോമോളിക്യൂൾസ് ആർ ഓർഗാനിക് മോളിക്യൂൾസ്. ഓക്കെ, സോ കാർബോഹൈഡ്രേറ്റ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ കാർബോഹൈഡ്രേറ്റിൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. സോ ഈ മൂന്ന് ആറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് റേഷ്യോയിലുള്ള കോമ്പിനേഷൻ വഴിയാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഓർഗാനിക് മോളിക്യൂൾ ആയിട്ടുള്ള ബയോമോളിക്യൂൾ കിട്ടുന്നത്. ഓക്കെ, സോ അതിനൊരു കോമൺ ഒരു ജനറൽ ഫോർമുല വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ CxH2OY ടൈംസ്. ഓക്കെ, CxH2OY ടൈംസ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ജനറൽ നമ്മൾ ജനറലായിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യൽ ഇങ്ങനെ ഒരു ഫോമിലാണ്. പിന്നെ ഇവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു ബിഗ് മോളിക്യൂളാണ്. ഓക്കെ, സോ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ചെറിയ മോളിക്യൂൾ ഏതൊക്കെയാണ്, അത് എത്രണ്ണം കമ്പൈൻ ചെയ്താലാണ് നമ്മൾക്ക് ഡിസൈർഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കിട്ടുക എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, സോ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ഷുഗർ യൂണിറ്റ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്. അങ്ങനെ വരുന്ന സിംഗിൾ ഷുഗർ യൂണിറ്റിനെ കൊണ്ട് ഉണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മോണോസാക്രൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഹോൾ ആ ഒരു കോമ്പൗണ്ടിൽ ആ ഒരൊറ്റ മോളിക്യൂളെ കാണുള്ളൂ, ആ ഒരു സിംഗിൾ ഷുഗർ യൂണിറ്റ് മാത്രമേ കാണത്തുള്ളൂ. അതിൻ്റെ ഫോർമുല ഇത്രയേ ഉള്ളൂ, CxH2OY ടൈംസ്. ഇതാണ് എല്ലാ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫോർമുല വരുന്നത്. സോ സിംഗിൾ ഷുഗർ യൂണിറ്റ് ആണ് ഉള്ളൂന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മോണോസാക്രൈഡ്സ് എന്നാണ് പറയാം. എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇവരുടെ ഡിഫറൻസ് വരല എവിടെയെന്ന് വെച്ചാൽ ഈ കാർബണിൻ്റെ, ഹൈഡ്രജൻ്റെ, ഓക്സിജൻ്റെ എണ്ണത്തിൽ വരുന്ന ഡിഫറൻസ് കൊണ്ടാണ് ഇവർ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നത്. എല്ലാത്തിലും സെയിം എലമെൻറ്റ്സ് ആണ് വരുന്നത്, പക്ഷെ അവർ കമ്പൈൻ ചെയ്തിരിക്കുന്ന റേഷ്യോയിൽ വരുന്ന ഡിഫറൻസ് വെച്ചിട്ടാണ് ഈ ഓരോ മോളിക്യൂളും ഡിഫറെൻ്റ് ആവുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് മോണോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷുഗർ യൂണിറ്റ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഗ്ലൂക്കോസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഗ്ലൂക്കോസ് യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ വേറൊരു മോളിക്യൂളോ വേറൊരു എലമെൻറ്റോ വരത്തില്ല. അതുപോലെ ഫ്രക്ടോസും സെയിം. ഇനി വരുന്നത് ഡൈസാക്രൈഡ്. ഡൈ എന്ന് പറഞ്ഞാൽ 2, സോ 2 ഷുഗർ യൂണിറ്റ് ഉണ്ടാവും.
2 ഷുഗർ യൂണിറ്റ് ലിങ്ക് ചെയ്തിട്ടായിരിക്കും ഈ സ്പെസിഫിക് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുക്രോസ് എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും ഒരു ഫ്രക്ടോസ് മോളിക്യൂളും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് സുക്രോസ് എന്ന് പറയുന്ന ഡൈസാക്രൈഡ് ഉണ്ടാവുന്നത്. സോ പേര് പോലെ തന്നെയാണ് 2 സാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഷുഗർ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ 2 ഷുഗർ യൂണിറ്റ് ആണ് കമ്പൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡൈസാക്രൈഡ്സ്. അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് സുക്രോസിൻ്റെ വരുന്നത്. ഇനി വരുന്നത് പോളിസാക്രൈഡ്. സോ പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് അർത്ഥം. സോ മെനി ഷുഗർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ്സിനെയാണ് പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സാമ്പിൾ വരുമ്പോഴേക്കും ഇവരൊരു ലോങ് ചെയിൻ ഓഫ് മോണോസാക്രൈഡ്സ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ വരുമ്പോഴേക്കും ഉണ്ടാവുന്ന കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് കോമ്പൗണ്ട് ആയിരിക്കും. എക്സാമ്പിൾ സ്റ്റാർച്ച് വരുന്നുണ്ട്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ഒക്കെ വരുന്നുണ്ട്. സോ സെല്ലുലോസും ഗ്ലൈക്കോജനും ഇതൊക്കെ വരുന്നത് മെയിൻലി ഓർഗാനിസത്തിൻ്റെ ഇതിലാണ് വരുന്നത്. സെല്ലുലോസും സ്റ്റാർച്ചൊക്കെ വരുന്നത് പ്ലാന്റ്സിലും ഗ്ലൈക്കോജൻ അനിമൽസിലുമാണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് 3 types ഓഫ് carbohydrate. Depending on the number of sugar unit, we are dividing the carbohydrate into 3. The first one is monosaccharide, so it contain only single sugar unit, for example glucose, fructose and all. And the second one is disaccharides. As the name indicate, there are two different sugar unit that link together to form a disaccharide or a carbohydrate. For example, sucrose is formed by the linking of fructose and glucose. Okay, and the third one is polysaccharides. So it is formed as a long chain of monosaccharides. Example, starch, cellulose, glycogen. These are more into complex compounds. Earn Marks, your perfect learning partner.